വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ മനുവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് വിഷ്ണു സ്റ്റേഷനിലേക്ക് വരികയാണ്. അന്നേരം സഹദേവൻ നല്ല ഉച്ചമയക്കത്തിലാണ്. തൊപ്പിയൊക്കെ മുഖത്ത് വെച്ച് നന്നായിട്ട് കിടന്നങ്ങ് കസേരയിൽ നിവർന്ന് കിടന്നങ്ങ് ഉറങ്ങുകയാണ്. അന്നേരം 1-2 തവണ തട്ടി വിളിക്കുമ്പോഴാണ് സഹദേവൻ ഉണരുന്നത്. അന്നേരം വിഷ്ണുവോ എന്താ കാര്യം എന്നൊക്കെ സഹദേവൻ അന്വേഷിക്കുന്നുണ്ട്. അന്നേരം ഞാനിവിടെ ഒരു മുതലിനെ ഏൽപ്പിച്ചിരുന്നു, അതിൻ്റെ കാര്യം അറിയാനാണ് വന്നത് എന്ന് പറയുമ്പോൾ, ഓ മനുവിൻ്റെ കാര്യമാണല്ലേ, അവനെ വിട്ടയക്കേണ്ടി വന്നു. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സ്വാധീനവും പിള്ളേരുടെ പ്രായമൊക്കെ കണക്കിലെടുത്താണ് അവരിപ്പോൾ ഒന്ന് അടങ്ങിയിരിക്കുകയായിരിക്കും. അവരൊന്നുകൂടി തലപൊക്കട്ടെ, നമുക്കവരെ കണ്ടെത്താം, വരുതിയിലാക്കാം എന്നൊക്കെ ഒരുവിധം വിഷ്ണുവിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് പറഞ്ഞു വിടാനുള്ള ശ്രമമാണ് സഹദേവന്. അന്നേരം സഹദേവൻ്റെ ആ നീക്കുപോക്ക് വിഷ്ണുവിന് മനസ്സിലാകുന്നുമുണ്ട്. അപ്പോൾ ഒരു നടപടിയും ഉണ്ടായില്ലല്ലേ, ഇതിൻ്റെ ഒരു ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു. പോൾസൺ എന്ന് പറയുന്ന ഒരു കക്ഷി പിന്നെ രാജീവ് സാറിൻ്റെ വീട്ടിലേക്ക് കയറി വന്നിരുന്നു. അതൊക്കെ ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല. തൽക്കാലം സാറ് പുറത്തേക്കൊന്ന് വന്നാട്ടെ, സാറിന് ഗുണമുള്ള ഒരു കാര്യമാണ്, ഞാൻ കാട്ടിത്തരാം എന്ന് പറഞ്ഞ് വിഷ്ണു സഹദേവനെ പുറത്തേക്ക് വിളിക്കുകയാണ് ക്യാബിൽ നിന്ന്. അന്നേരം ആദ്യം സഹദേവനൊന്നും മടിക്കുന്നെങ്കിലും സാറിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല, ഞാൻ എന്നെ വിളിക്കുന്നത് വാ എന്ന് വിളിക്കുമ്പോൾ വിഷ്ണുവിൻ്റെ കൂടെ ചെല്ലുകയാണ് സഹദേവനും പുറത്തേക്ക്. തുടർന്ന് വിഷ്ണു തൻ്റെ ജീപ്പിൻ്റെ പിറകിൽ കെട്ടിയിട്ടിരിക്കുന്ന പോൾസനെ കാണിച്ചു കൊടുക്കുകയാണ് സഹദേവൻ. എന്നിട്ട് പോൾസനെ വലിച്ച് പുറത്തേക്ക് എടുക്കുന്നുണ്ട്. കൈ രണ്ടും കെട്ടിയിട്ടിട്ടുണ്ട്, വായ്ക്കകത്ത് തുണിയും തിരികെ കയറ്റിയിട്ടുണ്ട്. തുടർന്ന് പുറത്തേക്ക് പോൾസനെ വലിച്ചിട്ട ശേഷം, സാറല്ലേ പറഞ്ഞത് മലേഷ്യയിലോ ഹോങ്കോങ്ങിലോ അമേരിക്കയിലോ ഒക്കെ ചായ കുടിക്കാൻ പോയെന്ന്, പക്ഷേ രാജീവ് സാറിൻ്റെ വീട്ടിൽ വന്ന് അക്രമം കാണിക്കുന്നതിനിടയിൽ എൻ്റെ ഭാര്യയുടെ ദേഹത്ത് നിന്നും 2-3 തുള്ളി ചോര പൊടിഞ്ഞിട്ടുണ്ട്. ആദ്യം വിഷ്ണു സഹിക്കില്ല, ഇവനെ കസ്റ്റഡിയിലെടുത്ത് മതിയാകൂ എന്ന് പറയുകയാണ്. അന്നേരം ആ വായിൽ തുണി തിരിയിരിക്കുന്നത് കണ്ട് സഹദേവൻ നോക്കുമ്പോൾ ഫുൾ ടൈം തെറിയാണ് സാറേ, വലിയ ശല്യമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ തുണി വെച്ചതെന്ന് പറഞ്ഞിട്ട് അത് വായിക്കകത്തുനിന്ന് വിഷ്ണു തുണി എടുക്കുന്നുണ്ട്. ഈ സമയത്ത് സഹദേവാന്ന് നീട്ടി പോൾസൺ വിളിക്കുകയാണ്. അന്നേരം കൂടുതൽ രംഗം വഷളാകുമെന്ന് മനസ്സിലാകുന്ന സഹദേവൻ പെട്ടെന്ന് പോൾസനെ പോലീസുകാരുടെ ഇടയിലേക്ക് പിടിച്ചിട്ട് കൊടുത്തിട്ട് അവനെ കൊണ്ടുപോയി പൂട്ട് എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾമാരെ ഏൽപ്പിക്കുകയാണ്. തുടർന്ന് കോൺസ്റ്റബിൾമാർ പോൾസനെ അങ്ങ് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. തുടർന്ന് പോൾസനെ കിട്ടിയതില്ലേ വിഷ്ണുവിന് നന്ദിയൊക്കെ പറയുകയാണ് സഹദേവൻ. ഇവനെ പൊക്കിയത് ഞാനാണെന്നേ പറയൂ, വിഷ്ണു ആണെന്ന് പറയില്ല, എനിക്ക് പ്രൊമോഷനുള്ള ഒരു വകുപ്പുണ്ട്, എൻ്റെ സർവീസ് ബുക്കിൽ ഒരു പൊൻതൂവലായിരിക്കും ഇവൻ്റെ അറസ്റ്റ് എന്നൊക്കെ പറയുകയാണ് സഹദേവൻ. അന്നേരം തൂവലും തൊപ്പിയും ഒക്കെ സാറ് തന്നെ എടുത്തോ, പക്ഷെ ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനിയൊരു ആപത്തുണ്ടാവരുത്, ആ കാര്യം സാറ് നോക്കിക്കൊള്ളണം, എന്നാൽ ശരി ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ജീപ്പ് എടുത്ത് വിഷ്ണു പോകുന്നുണ്ട് സ്റ്റേഷനിൽ നിന്ന്. പക്ഷേ വിഷ്ണു വണ്ടി എടുത്ത് പോകുമ്പോഴേക്കും സ്റ്റേഷനിൽ വീണ്ടും കഥ മാറുകയാണ്. സഹദേവൻ്റെ ചെയറിൽ പോൾസൺ ഇരുന്നങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. ആ വിഷ്ണുവിനെ അറിയില്ലല്ലോ ഈ പോൾസൻ്റെ റീച്ച് എത്രയാണ് എന്ന് പറഞ്ഞ് അങ്ങ് ചിരിക്കുകയാണ് പോൾസൺ ഇരുന്ന്. അന്നേരം സാരമില്ല പോട്ടെ പോൾസ, നിന്നെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വക്കീൽ ഇപ്പോൾ വരും എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ഇരുന്ന് അങ്ങ് മുഖം നോക്കി അങ്ങ് ചിരിച്ചുല്ലസിക്കുകയാണ്. തുടർന്ന് നല്ല വിശപ്പുണ്ട്, ഞാനിപ്പോൾ തൻ്റെ കസ്റ്റഡിയിലല്ലേ എന്ന് പോൾസൺ സഹദേവനോട് പറയുകയാണ്. അന്നേരം അതിനെന്താ മട്ടൻ ബിരിയാണി തന്നെ വരുത്താമെന്ന് പറയുമ്പോൾ, കഴിക്കുന്നതിന് മുമ്പ് 2 എണ്ണം എനിക്ക് പതിവാണ് എന്ന് പറയുന്നുണ്ട്. അതിനെന്താ, അതൊക്കെ ഇവിടെ സ്റ്റോക്കുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് സഹദേവൻ. ഈ സമയത്താണ് ശ്രീരഞ്ജിനി ക്യാബിനിലേക്ക് കയറി വരുന്നത്. തുടർന്ന് ശ്രീരഞ്ജിനിയെ കാണുന്ന സഹദേവൻ പെട്ടെന്ന് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് തൊപ്പിയൊക്കെ എടുത്ത് തലയിൽ വെച്ച് സല്യൂട്ടൊക്കെ അടിക്കുകയാണ്. അന്നേരം ഇതെന്താ, ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരന് പോലീസ് സ്റ്റേഷനിൽ കിട്ടുന്ന സ്വീകരണം ഇതാണോ എന്ന് ശ്രീരഞ്ജിനി ചോദിക്കുകയാണ്. അന്നേരം ആ മയക്കുമരുന്ന് കച്ചവടമൊന്നുമില്ല, സമൂഹത്തിൽ നിലയും വിലയും ഒക്കെ ഉള്ള ഒരാൾ തന്നെയാണ് പോൾസൺ, അത്യാവശ്യം രാഷ്ട്രീയ പിടിപാടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം അപ്പോൾ രാഷ്ട്രീയ പിടിപാടുകളൊക്കെ ഉള്ള ഏത് മയക്കുമരുന്ന് കച്ചവടക്കാരനും ഇരിക്കാൻ പറ്റുന്ന കസേരയാണോ ഈ സർക്കിളിലെ കസേര എന്ന് പറഞ്ഞിട്ട് ശ്രീരഞ്ജിനി അതിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് അന്നേരം സഹദേവൻ പറയുന്നുണ്ട്, അതൊക്കെ ആളുകൾ വെറുതെ പറയുന്നതാണ്, തെളിവൊന്നുമില്ല, ഇപ്പോൾ വക്കീൽ പോൾസനെ ജാമ്യത്തിനെടുക്കാനായിട്ട് വരും എന്ന് പറയുകയാണ്. അന്നേരം താൻ എന്ത് മണ്ടത്തരമാണ് ഈ പറയുന്നത്, തെളിവില്ലെന്നാണോ പറയുന്നത്? ഒരു CA സഹദേവൻ്റെ ക്യാബിനിലേക്ക് ഒരു മയക്കുമരുന്ന് കച്ചവടക്കാരനെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സ്വീകരണമൊക്കെ വിഷ്ണുവിന് അറിയാം. അതുകൊണ്ട് വിഷ്ണു തെളിവുകളെല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയത്, അതുകൊണ്ട് തൻ്റെ റാങ്ക് ലെവലിനേക്കാൾ മുകളിലുള്ള ഈ ശ്രീരഞ്ജിനി IPS ഇവനെ അങ്ങ് കസ്റ്റഡിയിൽ എടുക്കുകയാണ് എന്ന് പറയുകയാണ്. തുടർന്ന് കോൺസ്റ്റബിളിനെ വിളിച്ചിട്ട് ഇവനെ
ഇനി പല ഓഫീസുകളിലും കയറി ഇറങ്ങാനുള്ളതാണ് ഇവനുമായിട്ടുള്ള ഒരു ജീപ്പ്. എൻ്റെ വാഹനത്തിന് പിന്നാലെ വരണം എന്ന് പറഞ്ഞ് കോൺസ്റ്റബിൾമാരെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് ശ്രീരഞ്ജിനി. അന്നേരം ആകെ അങ്ങ് വെപ്രാളപ്പെട്ടും പരവേശപ്പെട്ട് നിൽക്കുകയാണ് സഹദേവൻ. തനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല, പോലീസിന് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റില്ല. സഹദേവന് വിഷ്ണു തന്നെ പൂട്ടിയതാണെന്നും സഹദേവന് മനസ്സിലാകുന്നുണ്ട്. തുടർന്ന് ശ്രീരഞ്ജിനിയുടെ നടപടി ഒന്നും ഇഷ്ടപ്പെടാത്ത സഹദേവൻ ഇങ്ങനെ എല്ലാ കേസിലും തീരുമാനമെടുക്കാനാണെങ്കിൽ മാഡത്തിന് ഇവിടെ ഒരു കസേര ഇട്ട് ഇരുന്നാൽ പോരെ എന്ന് പതിയെ പറയുകയാണ്. അന്നേരം അത് കേൾക്കുന്ന ശ്രീരഞ്ജിനി എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഒന്നും പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ നാവൊന്ന് പിഴച്ചു പോയതാണ് എന്ന് പറയുന്നുണ്ട്. അന്നേരം പിഴയാണെന്ന് നേരത്തെ അറിയാമായിരുന്നു. പിന്നെ സഹദേവൻ ഒരു കാര്യം ചെയ്യും, ഇവിടെ ചാർജ് എടുത്തതിന് ശേഷം താൻ സ്വീകരിച്ചിട്ടുള്ള എല്ലാ കേസുകളും അതിലുണ്ടായ നടപടികളും അതിൻ്റെ എല്ലാ ഫയലുകളും കെട്ടിപ്പോയിഞ്ഞ് ACP ഓഫീസിലെ വാ, പിന്നെ ഇവിടെ തനിക്കുള്ള കസേര ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ തീരുമാനിക്കാം. പിന്നെ എനിക്കിവിടെ എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കേണ്ടി വരുന്നത് ഇവിടുത്തെ കസേരയിലിരിക്കുന്ന ആളിൻ്റെ കുഴപ്പം കൊണ്ടാണ്. ആ കസേരയിലിരിക്കുന്ന ആളിനെ അങ്ങ് മാറ്റിയാലും മതി എന്നൊരു താക്കീത് സഹദേവന് നൽകിയിട്ട് ശ്രീരഞ്ജിനി അവിടെ നിന്നും പോവുകയാണ്. തുടർന്ന് സത്യഭാമയുടെ വീട്ടിൽ ആകെ മയക്കത്തിൽ കിടക്കുന്ന പ്രീതിയുടെ അടുത്ത് തന്നെ ടെൻഷനോടുകൂടി ശാലിനിയുണ്ട്. ഈ സമയത്ത് കമലൻ ഫോൺ ചെയ്ത് ശാലിനിയെ അറിയിക്കുകയാണ് അർജുനന് വേണ്ടി വസുമതി കുഞ്ഞമ്മ പുതിയ കല്യാണാലോചനയൊക്കെ നടത്തുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നേരം അർജുനേട്ടൻ സമ്മതിച്ചോ എന്ന് ശാലിനി ചോദിക്കുമ്പോൾ വക്കീൽ സമ്മതിക്കാതെ പിന്നെ പെണ്ണ് കാണലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്, ഞാൻ ആശാനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഒന്നുകൂടി വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് കമലൻ ഫോൺ വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് ബോധമുണരുന്ന പ്രീതി പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുകയാണ്. എനിക്ക് അർജുനേട്ടനെ കാണണം, അർജുനേട്ടനെ മാറ്റി നിർത്തി എനിക്ക് ചോദിക്കണം എന്നെ വേണമോ വേണ്ടയോ എന്ന്, ഞാനിപ്പോൾ പോയാലേ ശരിയാകൂ എന്നും പറഞ്ഞ് ഒറ്റയ്ക്ക് പ്രീതി പോകാൻ തുടങ്ങുമ്പോൾ ശാലിനി പറയുകയാണ്, വേണ്ട, നിനക്ക് ഇപ്പോൾ റെസ്റ്റ് വേണമെന്നാണ് പറയുന്നത്, നമുക്കൊരു കാര്യം ചെയ്യാം, രോഹിത്തിനെ വിളിക്കാം, എന്നിട്ട് നമുക്ക് കാറിൽ പോകാമെന്ന് പറയുകയാണ്. അന്നേരം ഇവരുടെ ഈ സംസാരമൊക്കെ വാതിൽക്കൽ നിന്ന് സുസ്മിത എല്ലാം കേൾക്കുന്നുണ്ട്. തുടർന്ന് ശാലിനി രോഹിത്തിനെ ഫോൺ ചെയ്യുകയാണ്. അന്നേരം ഞാൻ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ അടുത്ത അമ്പലത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് പ്രീതിക്കും എനിക്കും ഒരു സ്ഥലം വരെ പോകണം, ഒന്ന് വരാമോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഉടനെ എത്താമെന്ന് രോഹിത്ത് സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് സുസ്മിത ചിന്തിക്കുകയാണ്, ശാലിനിയും രോഹിത്തും പ്രീതിയും കൂടി ഒരു കാറിൽ, ഇതൊരു ചാൻസ് ആണല്ലോ എന്നും പറഞ്ഞ് എന്തോ പ്ലാൻ ചെയ്ത് കൂട്ടുകയാണ് സുസ്മിത അന്നേരം. തുടർന്ന് സുസ്മിത ടൂൾസ് ബോക്സ് എടുത്തുകൊണ്ട് വന്ന കാറിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ നട്ടും ബോൾട്ടും ഒക്കെ അഴിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ തിരിച്ച് റൂമിലേക്ക് അങ്ങ് പോയിരിക്കുന്നുണ്ട്. ഇനി അവർ വണ്ടി എടുക്കുമ്പോൾ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ വേണ്ടിയുള്ള പ്ലാനാണ് സുസ്മിത തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി രോഹിത്ത് വന്ന് വണ്ടി എടുക്കുമ്പോൾ അത് കാണുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക്